ബ്രേക്ക് ഡൗൺ വീൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ വാഹനത്തിൻ്റെ ആക്സിലേറ്റർ കേബിൾ എങ്ങനെ നമുക്ക് ലുബ്രിക്കേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കേബിൾ മാറ്റാതെ തന്നെ അതെങ്ങനെ ലുബ്രിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാനൊരു വീഡിയോ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ സ്കിപ്പ് ചെയ്താൽ കാണാൻ ശ്രമിക്കുക എല്ലാവരും. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് ഓൾ എന്നുള്ളത് എനേബിൾ ആക്കിയിടുക. അപ്പോൾ തുടർന്നുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് ഒന്നിങ്ങനെ തിരിച്ചിട്ട് ഇതിനുള്ള കൂടെ കേബിൾ അയച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ക്ലിപ്പുണ്ട്, ക്ലിപ്പ് അയച്ചെടുക്കുക. ക്ലിപ്പ് അയച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്സിലേറ്റർ കേബിൾ നമുക്ക് കയ്യിലേക്ക് എടുക്കാൻ പറ്റും. ഇതാ ഇതുപോലെ നമ്മുടെ ആക്സിലേറ്റർ കേബിൾ നമ്മൾ സെപ്പറേഷൻ ആക്കി എടുക്കുക. ഇതെങ്ങനെ ലുബ്രിക്കേറ്റ് ചെയ്യുന്ന ടൈറ്റ് എങ്ങനെ മാറ്റുക എന്നുള്ളത് കാണിച്ചു തരാം. കേബിളിൻ്റെ അറ്റത്ത് തന്നെ ഈ റബ്ബർ ബുഷ് നമുക്ക് അയച്ചെടുക്കണം. ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് പോരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഓയിൽ ഒഴിച്ചെടുക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ സാധാരണ നമ്മുടെ തയ്യൽ മെഷീനിലൊക്കെ വരുന്ന ഓയിലാണ്. ഈ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ കാണുന്ന ഗ്യാപ്പിലേക്ക് നമുക്ക് കുറച്ച് ഡ്രോപ്പുകളായിട്ട് നമുക്ക് ഓയിലൊന്ന് വിറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് ലുബ്രിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിനായിട്ടുള്ള നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ലുബ്രിക്കേറ്റ് ചെയ്യുക. നമുക്ക് ഓയിൽ ശരാശരി കൊടുത്തിട്ട് കേബിളിൽ ഇപ്പോൾ തരി ഓയിൽ പോലും ഇല്ല. അപ്പോൾ അത് ഓയിൽ കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് മാക്സിമം ഇത് എത്രത്തോളം ഫ്രീ ആവണോ അപ്പോൾ അതേപോലെ ഫ്രീ ആക്കി എടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ഓയിൽ കൊടുക്കാം. പൊന്തിച്ചും താഴ്ത്തിയും കൊടുക്കണം. അപ്പോൾ അത് ഓയിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലുബ്രിക്കേറ്റ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക കേബിൾ. അടുത്ത് നമുക്ക് ഓരോ തുള്ളിയും കൂടി ഓയിൽ പറ്റിച്ചെടുക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കേബിളിൻ്റെ ഉള്ളിൽ മുന്നുണ്ടായിരുന്ന ഓയിലൊക്കെ ചിലപ്പോൾ ഡ്രൈ ആയിട്ടുണ്ടാവും. അതുണ്ടാവാതിരിക്കാൻ നമ്മളത് ചെയ്ത് കൊടുക്കണതാണ്. ടൈറ്റ് ആവാതിരിക്കുക. മാക്സിമം ഏതെങ്കിലും കേബിളിൽ ഈ വരുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഓയിലില്ലാതെ ടൈറ്റ് ഉണ്ടായാൽ മതി. നമുക്ക് ആക്സിലേറ്റർ ചിലപ്പോൾ പെട്ടെന്ന് ജാമോ ചിലപ്പോൾ RPM ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് ആക്സിലേറ്റർ കേബിൾ ലുബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് നേരം. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് ഇറങ്ങണം അതിൻ്റെ ഉള്ളിലേക്ക്. അത്യാവശ്യം നമ്മുടെ ഈ കേബിൾ ഉണ്ടല്ലേ അത്യാവശ്യം കുറച്ച് ലുബ്രിക്കേറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയ്ക്കിനെ വേണ്ടു. ഇതിലേക്ക് പിടിപ്പിച്ചിട്ട് നമുക്ക് തിരിച്ച് വാഹനത്തിലേക്ക് പിടിപ്പിച്ചെടുക്കാം. നമ്മൾ കേബിൾ മുന്നേ ഈ ചാനലിൽ കറക്റ്റായിട്ട് ഈ ചാനലിൽ നിന്നൊക്കെ വീഴാതെ കറക്റ്റായിട്ട് ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ ഇട്ട് കൊടുക്കുക. ഓരോ വാഹനത്തിലും വ്യത്യസ്തമായിരിക്കും കേബിൾ വന്നിരിക്കുന്ന രീതിയൊക്കെ. അപ്പോൾ നമ്മൾ അതേപോലെ വേണം ചെയ്യാൻ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പിടിപ്പിച്ച് കൊടുക്കണം. അതേപോലെ സിമ്പിളായിട്ടുള്ള പണിയാണ്. ജസ്റ്റ് ഇത് ഇതേപോലെ തിരിക്കുക. കേബിളിൻ്റെ ഗാഡി ഇതേപോലെ ഈ ഹോളിലേക്ക് ഇടുക. ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ആക്സിലേറ്റർ കേബിൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട പ്രശ്നമൊന്നും വരുന്നില്ല നമുക്ക്. അതേപോലെ നേരെ ഈ ക്ലിപ്പ് ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആക്സിലേറ്റർ കേബിൾ ലുബ്രിക്കേറ്റ് ആയി. നമുക്കിനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓക്കെയാണ്. അപ്പോൾ നമുക്കിനി ആക്സിലേറ്റർ ചവിട്ടിയിട്ടൊന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ ആക്സിലേറ്റർ കൊടുത്ത് നോക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റൊന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ റേസിങ് RPM കൂടേണ്ടത് നിന്നിട്ടുണ്ട്. മറ്റേതിന് ആക്സിലേറ്റർ വിട്ട് കഴിഞ്ഞാലും കുറേശ്ശെ RPM കൂടണമായി കാണിച്ചിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഡൗണ് നമ്മുടെ 1000 എന്നുള്ള RPMലേക്ക് വണ്ടി എത്തി. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് ആക്സിലേറ്റർ കേബിൾ ലുബ്രിക്കേറ്റ് ചെയ്തെടുക്കാം കേട്ടോ വാഹനത്തിൻ്റെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.